രസന എന്ന നാടകത്തിൽ ചെല്ലപ്പൻ എന്ന ബുദ്ധിമാന്യമുള്ള കഥാപാത്രമായി അഭിനയിക്കുന്നത് കണ്ട് സംവിധായകൻ പി ചന്ദ്രകുമാറാണ് മാളയ്ക്ക് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. സിന്ദൂരം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് അങ്ങനെ മാള അരവിന്ദൻ സിനിമയിലെത്തി. ഒരു ഗ്യാസ് ട്രബിൾ രോഗിയുടെ വേഷമായിരുന്നു അതിൽ. പിന്നീട് മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട മുഖമായി മാള അരവിന്ദൻ നിറഞ്ഞു നിന്നെങ്കിലും കണ്ണീരുപ്പ് കലർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കകാലം. അരവിന്ദന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചപ്പോൾ സംഗീതാധ്യാപികയായ അമ്മയുടെ തുച്ഛ വരുമാനത്തിലായിരുന്നു ആ അഞ്ചംഗ കുടുംബം കഴിഞ്ഞത്. അമ്മ പാട്ട് പഠിപ്പിക്കുമ്പോൾ തകരപ്പെട്ടിയിൽ താളമിട്ടാണ് അരവിന്ദൻ തന്റെ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്. അമ്മ മകനൊരു തബല വാങ്ങിക്കൊടുത്തു. കൊച്ചിൻ മുഹമ്മദ് എന്ന ഗുരുവിന്റെ ശിക്ഷണം കൂടിയായപ്പോൾ അരവിന്ദന്റെ വിരലുകൾക്ക് വേഗമേറി. നാടകത്തിന് തബല വായിച്ചു തുടങ്ങിയ ആ കലാസബരിയ നാടകത്തിലൂടെ വെള്ളിത്തിരയുടെ മാസ്മരികതയിലേക്കാണ് പിന്നീടെത്തിയത്. തുറിച്ചു നോക്കുന്ന കണ്ണുകൾ, പൊടുന്നനെയുള്ള ഇളകിമാറൽ, സംസാരത്തിലെ കയറ്റിറക്കങ്ങൾ, അർത്ഥഗംഭീരമായ ചില നെടുവീർപ്പുകൾ, മാളയുടെ നർമ്മഭാവങ്ങൾക്ക് അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ ചില ശീലങ്ങളുണ്ടായിരുന്നു. തബലയുടെ താളം നിറഞ്ഞ ജീവിതമായിരുന്നു അത്. തബലിസ്റ്റായ മാള അരവിന്ദൻ അണിയറയിൽ നിന്നും അരങ്ങിലെത്തിയതും വെള്ളിത്തിരയിൽ ചിരിയുടെ താളം തീർത്തതും സ്വന്തമായി മെനഞ്ഞെടുത്ത വഴിയിലൂടെയാണ്. മാളയുടെ ശരീരഭാഷ ഹാസ്യത്തിന് വഴങ്ങുന്നതാണെന്ന് 80കളിൽ നിരൂപകരും വിധിയെഴുതിയതോടെ നടൻ തിരക്കുള്ള താരമായി മാറി. മാളയില്ലാത്ത മലയാള സിനിമയില്ല എന്ന നിലയിലെത്തി കാര്യങ്ങൾ.